കണ്ണിൽ പതിയെ മയങ്ങും പൂമഞ്ഞിൻ തുള്ളിയേ. പുതുപുലരിയിലൊരു ചെറു സൂര്യനെ നീ കണി കണ്ടോ ഇവിടെ? ഭഗവതിപുര 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 ഭഗവതിപുര. ഇവരൊക്കെ ആരാ? ഇതേതാ സ്ഥലം? ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ഇത് അവന് കൊടുക്കൂ. ബുദ്ധിസ്ഥിരത തിരിച്ചു കിട്ടിയിട്ടില്ലാത്ത ഇവന് ഇത് കൊടുക്കണോ സ്വാമി? മോനെ, ഇതെന്താണെന്നറിയോ? നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ കവിത? അവൾ മരിച്ചു. അവളുടെ ചിതാഭസ്മായി. എന്താ കവിത മരിച്ചെന്നോ? ഇല്ല ഇല്ല സ്വാമി, ഇവന് സ്വബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് കൊണ്ട് എടുക്കാം. നിങ്ങളാണോ അവളെ കൊന്നേ? നിങ്ങളാണോ? അതോ വിശ്വന? എവിടെ അവൻ? നിങ്ങളെല്ലാരും കൂടിയാ ഒറ്റൊരുത്തിനെ വെറുതെ വിടില്ല. ഒറ്റൊരുത്തിനെ വെറുതെ വിടില്ല. എന്നെ ആർക്കും ഇഷ്ടമായിരുന്നില്ല.
പക്ഷേ എന്നെ ഇഷ്ടപ്പെട്ടവളെ വിധി തട്ടിയെടുത്തു. എന്നെ ആദ്യമായി സ്നേഹിച്ച അവളിന്ന് ഒരു പിടി ചാരമായി. അന്ന് നടന്ന അപകടത്തിന് ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നെ വിശ്വസിച്ച് വീടും നാടും വിട്ടു വന്ന അവളുടെ കൂടെ ഒരു ദിവസം പോലും ജീവിച്ചതായി എനിക്ക് ഓർമ്മയില്ല. അച്ഛനും അമ്മയും ആരെന്നറിയാതെ വളർന്ന എനിക്ക് അനാഥൻ എന്ന പേര് കിട്ടി. ഒരു മൃഗത്തെ പോലെ എന്നെ കണ്ടവർക്കിടയിൽ മനുഷ്യനായി എന്നെ കണ്ടവൾ, ആദ്യമായി എന്നെ ഇഷ്ടപ്പെട്ടവൾ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എന്നെ പഠിപ്പിച്ചവൾ, എൻ്റെ പ്രിയപ്പെട്ട കവിത ഒരു പിടി ചാരമായി എൻ്റെ കൈ. കവിത ഒന്ന് വേഗം വാ, വരുന്നേ. എടി, ഷാരൂഖിന് നിന്നോടുള്ള ഇഷ്ടം അസ്ഥിയിലെ പിടിച്ച ലക്ഷണമുണ്ട് കേട്ടോ. നീയും സീരിയസ് ആണല്ലോ അല്ലേ? ഒന്ന് പോടി. അത് പറഞ്ഞത് പെണ്ണിന്റെ ഒരു ഒന്ന് വേഗം നടന്നേ, ഇപ്പൊ തന്നെ സമയം വൈകി. എന്തിനെത്ര ധൃതി? നീ ചെല്ലാതെ ഷാരൂഖിന്റെ പറക്കം തള്ളിക സ്റ്റാർട്ട് ആക്കില്ല മോളെ. കിഴക്ക് പൂക്കും മുരിക്കിൻ പൂവിന് ചുക ചുകപ്പാണേ, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു തോഴി. കൽബിലെത്തി 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 കൽബിലെത്തി. ശ്രുതി ഓക്കെ, സംഗതി ഇത്തിരി പാളിപ്പോയി. ഇനി ഒരു 150 ഷഡ്ജും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ഓക്കെ. കൽബിലെത്തി കൽബിലെത്തി. സ്വന്തമായിട്ട് കാമയ്ക്കൊരു പാട്ടെഴുതാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഒരു ഒടുക്കത്തെ പാട്ട് തകരും. ഇവന്മാരെ വീട്ടില് വണ്ടെടുക്കാൻ പറ്റില്ല. തന്നെ വണ്ടി ലൈറ്റാ. അയ്യോ എന്നെ കൊല്ലണേ. லேட்டாய் வந்தாலும் ஷாருக் கான் லேட்டஸ்ட் ஆகி வருவேன். அந்த ஆளை கீழே போடுறா, அல்ல நான் சுட்டுடுவேன். ஐயோ சுட்டுடுவேன் சொன்ன பண்ணி இட்டுடுவேன் கேட்டேன். ഡായ്. ഇവന്റെ പ്രേമം തുടങ്ങിയ പിന്നെ ഇടിക്കൊരു പറ്റില്ല. ബസ്സര മണിക്കൂർ വൈകുന്നേ എഴുതി പെണ്ണുമ്പിള്ളയുടെ വെട്ടുകൊണ്ട് ഞാണ്ട് വരൂ. ഞാനല്ല, കൊല്ലോടി. അത് ശരി, അപ്പൊ എന്നെ അല്ലായിരുന്നാ വെട്ടം? അയ്യോ ചേട്ടാ രക്ഷിക്കണേ. എന്താ ചേച്ചി കാര്യം? എന്റെ കെട്ടിയോനെ ഏത് നേരം മൊബൈലിൽ വിളിച്ച് ശൃംഗരിച്ചോണ്ടിരിക്കണം നീയാണേടി. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചേ അത്യാവശ്യങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയാ, അല്ലാതെ ആണുങ്ങളെ വിളിക്കാൻ വേണ്ടിയല്ല. അല്ല ചേച്ചി, അത് പിന്നെ എന്താന്നറിയോ, ഞാൻ അത് ശരി. അപ്പൊ നീയാണല്ലേ ഇവളുടെ കെട്ടിയോ? അപ്പൊ ഞാനല്ല. എടോ, ആണായ കെട്ടിയ പെണ്ണിനെ നിലയ്ക്ക് നിർത്തണം, അല്ലാതെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്ത് കണ്ട ആണുങ്ങളെ വലവിച്ച് പിടിക്കാൻ അഴിച്ചു വിടുകയല്ലേ വേണ്ടത്. ഇനി മേലെ ഇവളെന്റെ കെട്ടിയോനെ ഫോൺ ചെയ്തെന്നറിഞ്ഞ അരിഞ്ഞിടും തന്നെ. നേരെ നോക്കണേ കറമ്പി, നീയൊക്കെ ജനിച്ച് വീണത് മൊബൈൽ ഫോൺ കൊണ്ടാണോ? നിന്നെ പോലെ ഒരു താടകയുടെ ഭർത്താവാണെന്ന് കരുതി ആ പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞു പോയി എന്നാണെന്ന് കേട്ടോ. അയ്യടാ, ഭർത്താവാൻ കണ്ടൊരു സ്വരൂപം. അതേ, നല്ല ഒന്നാന്തരം ചുള്ളന്മാരായ ഒരു ഡോസൻ ലവേഴ്സ് എനിക്കുണ്ട്. അതിനിടയില പുട്ടുകുറ്റി പോലെ ഒരുത്തൻ. മൊബൈൽ ഫോണിൽ കൂടെ ചക്കരെ പാലേ തേനെന്നൊക്കെ വിളിക്കുമ്പോ അവന്റെയൊക്കെ ധാരണ ഇവളെ ഐശ്വര്യറായി എന്ന്. എന്നാ ഈ പറയുന്നവന്മാർ എന്നാലും ഇവളെ നേരിട്ട് കണ്ടാലോ? ആ നിമിഷം എൻഡോസൾഫാനിൽ മുഖ്യ മുന്തിരിങ്ങ മേടിച്ച് ആത്മഹത്യ.
ഓടിക്കാനല്ലാതെ വണ്ടി ഓടിക്കാൻ അവനറിയാൻ വേണ്ട. ആ, ചേച്ചി എവിടെ കൊണ്ടേ? ഒരു കിഴൂല് ഏഴമ്പ്. നന്നായി ഓടിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇഷ്ടായിട്ടോ. ഡ്രൈവിംഗിൽ ഞാനൊരു സംഭവ ഏത് വണ്ടിയും ഓടിക്കും. എന്താ പേര്? മൈ നെയിം ഇസ് അജിത് കുമാർ. സ്വീറ്റ് നെയിം. താങ്ക് യു. സെൽ ഫോൺ നമ്പർ പ്ലീസ്. കൊള്ളാലോ സെൽഫോൺ. 2 സിം ഇടാൻ പറ്റിയ ഫോണാ. നമ്പർ പ്ലീസ് ചേട്ടോ. 9899959500. ഫാൻസി നമ്പർ. ചേട്ടനൊരു സംഭവം തന്നെ. ആണോ മാനമില്ലാത്ത വർഗങ്ങള്. വൈകിട്ട് ചന്ത ജംഗ്ഷനിൽ വെച്ചാ- ശ്ശേ, തള്ള രാവിലെ എന്റെ മുഖത്ത് സ്പ്രേ പെയിന്റ് അടിച്ചല്ലോ. എന്തായാലും മേക്ക് പസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മുഖം ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇവിടെ മുഖത്തേക്ക് പഞ്ചരടിച്ച് നിൽക്കാണ്ട് പോയി ടിക്കറ്റ് കൊടുക്കാം. കൂട്ടുകാർ നല്ല തമാശക്കാരെയുള്ള തമാശ തമാശ. ആ, ടിക്കറ്റ്. ഇതെന്ത് പറ്റടാ? ടയർ പഞ്ചറായി. അതെ, ടയർ പഞ്ചറായി. ഇനി പോകില്ലട്ടോ, എല്ലാവരും ഇറങ്ങിക്കും. ഇനി ടയർ മാറ്റിയിട്ടാ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഇറങ്ങിക്കോ. അതെ 5 കൊല്ലം ഓടുകയല്ലേ ഒരു ടയർ? അതിന് 6 കൊല്ലമായിട്ടുള്ളോ? 6 കൊല്ലമായോ? 6, 5, 30. എന്തായാലും എല്ലാവരും ഇറങ്ങിക്കോ. ഇന്ന് പോവുകയല്ലേ? തുറക്കാനല്ല പറഞ്ഞു, ഇടിക്കാൻ പറഞ്ഞില്ലല്ലോ. ഈ വണ്ടിക്ക് എന്താ പഞ്ചറാവാനേ നേരമുള്ളൂ. ഓഹോ, അങ്ങനെയുണ്ടോ? ഞെളിഞ്ഞിരിക്കാതെ വന്ന് സ്റ്റിയറിംഗ് മാറിയിട. അല്ല, ടയർ മാറിയിട. തിരിഞ്ഞു പോയി. ചേച്ചിയെ ടിക്കറ്റ് എടുത്താർന്നോ ചേച്ചി? ആരും പിടിക്കണ്ട. ആദ്യം നിന്റെ വണ്ടിയുടെ ടയർ നന്നാക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കല്. രാവിലെ തന്നെ ഒരു ബാറും വിഴുങ്ങിച്ചു വന്നേ കൊച്ചാവം. ഇത് എന്തൊരു കഷ്ടാടി. വണ്ടി എന്നും പഞ്ചറാണല്ലോ. പുതിയൊരു ടയർ വാങ്ങാൻ നിന്റെ ഷാരൂഖ് ഖാനോട് പറഞ്ഞൂടെ? കഴിഞ്ഞിട്ട് മോശമില്ല. മോനെ, ലക്ഷണം ഒന്ന് നോക്കിയാലോ? എന്റെ നല്ല ഐശ്വര്യമുള്ള മുഖാണ് കേട്ടാ. നല്ല കാലം വരാൻ തോന്നുന്നുണ്ട്. വന്നല്ല. ലക്ഷണം വെച്ചാട്ടെ. നല്ല രാജകുമാരൻ തന്നെ. നേരിട്ടുള്ള ഗ്ലാമർ ഫോട്ടോ കിട്ടിയാവോ? നിനക്കിനി വെച്ചടി കേട്ടാണ് മോനെ. ധൈര്യമായിട്ട് എന്റെ ജോലിയെ തിരിച്ചെടുക്കോ? നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടില്ല. ലോട്ടറി അടുക്കല്ല. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാനേ ഇടയില്ല. പക്ഷേ ഒളിച്ചോടിപ്പോയ നിന്റെ സ്വന്തം ഭാര്യ കാമുകനെ ഉപേക്ഷിച്ച് ഇന്നേക്ക് 3-ാം പക്കം നിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും മോനെ. ഒരുമാതിരി ചങ്കിക്കൊള്ള വർത്താനം പറയരുത്. ആ ഒഴിയാപാതം പോയി കിട്ടിയ എന്റെ സന്തോഷത്തിൽ 4 അടിച്ച് ഞാൻ അർമാദിച്ചിരിക്കുമ്പോഴാ ആ ഉരുമ്പിട്ടോളും മടങ്ങി എന്റെ കാര്യം പറയണത്. കാലത്ത് തന്നെ എന്റെ വായിലിരിക്കണ കേൾക്കണ്ടെങ്കിൽ ഇപ്പോ ലക്ഷണം പറയാൻ വന്നേക്കണ. 2 കീഴടിക്കേണ്ട കാശും പോയി. മോളെ, മോളുടെ മുഖത്ത് ലക്ഷ്മി ദേവി കളിയാടുന്നുണ്ട്. മോളൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? അത് നടക്കുവോ ഇല്ലയോന്ന് പറയാം. ലീലാമണിയുടെ ലാപ്ടോപ്പില് ഈ മുഖമൊന്ന് കേറ്റി തന്നാ മതി. നോക്കാടി. മോളുടെ പേരെന്താണ്? കവിത. ഹായ്, നല്ല ഐശ്വര്യമുള്ള പേര്. ഐശ്വര്യ റായി ദക്ഷിണ വെച്ചാട്ടെ. നല്ല അരുമയാണ് മുഖം. മോളെ ഇഷ്ടദൈവത്തിന്റെ പേര് പറ. ഹനുമാൻ. ആഹാ, ഹനുമാൻ സ്വാമിയാണല്ലേ? ഹനുമാൻ മരുത്വാമലയെടുത്ത് പറന്നുപോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടു പോകും. എന്താടി ഇങ്ങനെ ഇരുന്ന് മോങ്ങാനായിട്ട്? നിന്റെ വല്ലൊരു ചത്തോ? നിങ്ങൾ എന്തിനാ എന്നോട് വെറുതെ ചാടി കയറുന്നേ? നമ്മുടെ മോൾ ഒരുത്തനോട് ഇറങ്ങിപ്പോയത് നാട്ടുകാരെ മുഴുവൻ അരച്ച് വെറുതെ നാണം കെടണ്ട. ഇനി എന്താ ചെയ്യേണ്ടത് ആലോചിക്കുക. ആലോചിക്കാനൊന്നുമില്ല. പ്രേമം മൂത്ത് അന്യ മതക്കാരൻ്റെ കൂടെ ഇറങ്ങി പോയവളെ ഞാൻ കൊല്ല്. കുറെ
വേഷം വാങ്ങി തന്നെ എല്ലാരെയും കൊല്ല്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ. കുമാരേട്ടാ, ജാതി മതമൊക്കെ ഇപ്പോഴത്തെ കാലത്തൊരു പ്രശ്നമാക്കണോ? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന്. ആഹാ. എന്നാ നിന്റെ മോളെ വല്ല നസാണിക്കോ മാപ്പിളക്കോ കെട്ടിച്ചു കൊടുക്ക. പോടാ അവിടുന്ന്. ഒരുമ്പെട്ടവളെ കൊല്ലുന്നില്ലേ? ആരെയും ഇല്ലെങ്കിൽ കൊല്ലില്ലേ നിന്നെ? ഇവിടെ വരാനാ പറഞ്ഞത്. ഓടി ഇവിടെ. കുമാരേട്ടാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ അവളെ തല്ലുന്നത്? തല്ലുവല്ല, കൊല്ലുക വേണ്ടത്. കുമാരേട്ടാ, ഒന്ന് എണ്ണ കൊണ്ട് പോനെ. താഴത്തും തലയിൽ വെക്കാതെയാ ഞാൻ ഇവിടെ വളർത്തിയത്. അതൊന്നും ഓർമ്മയില്ലാണ്ട് കണ്ണീ കണ്ടവരുടെ കൂടെ ഓടിപ്പോയില്ലേ ഈ ഒരുപെട്ടവള്. കുട്ടികളാവുമ്പോ ചില ബുദ്ധിമോശമൊക്കെ കാണിക്കും. മുതിർന്നവർ അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. എന്നാലല്ലേ അവർക്ക് തെറ്റുതിരുത്താൻ പറ്റൂ. അല്ലേ മോളെ? മോള് കരയണ്ട. മോളെ ആരും ഒന്നും ചെയ്യില്ല. കണ്ട ജാതിക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇവിടെ വീട്ടിൽ കയറ്റോ ഞാന്? ഇല്ല, നശിച്ചവളാ ഇവിടെ. ഹേയ്, ഒന്നുമില്ല. അവര് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പ് വെച്ചു, പിന്നെ ഒരു താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ മോള് പഴയ മോളായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കും. എവിടെ നിന്റെ വീട്? അത് കുറച്ച് ദൂരെയാ. എന്ന് വെച്ചാ ഈ ഭഗവതിപുരത്തെ വിശേഷങ്ങളൊന്നും അറിയാത്ത അത്രയും ദൂരെ അല്ലേ? മോനെ, ഈ ഭഗവതിപുരത്ത് ആരും പ്രേമിച്ച് കല്യാണം കഴിക്കാറില്ലടാ. പ്രത്യേകിച്ചും ജാതിയും മതവും നോക്കാതെയുള്ള കല്യാണം ഞങ്ങളൊട്ട് സമ്മതിക്കാറുമില്ല. നിനക്കറിയോ, ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു തരം വിവരക്കേടാടാ. ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്ന് ഇന്നലെ കണ്ട ഏതോ ഒരു പെണ്ണിന്റെയോ ചെറുക്കന്റെയോ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവാന്ന് വെച്ചാ അത് വലിയൊരു അപരാധമാ. അവരുടെ സന്തോഷം കെടുത്താതെ ജീവിക്കണം. അവരുടെ നമ്മളിലുള്ള പ്രതീക്ഷ മക്കളായ നമ്മൾ വേണ്ടേ നിറവേറ്റാൻ? പോയി അച്ഛനോടും അമ്മയോടൊക്കെ ക്ഷമ ചോദിച്ച് അവരോടൊപ്പം സന്തോഷമായിട്ട്. ഇല്ല, എന്നെ കൊന്നാലും ശരി, ഞാൻ ഇവിടെ കൊണ്ടേ പോകും. വേണ്ട, മിടുക്കനവൻ. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചാവാനും മടിയില്ലാത്തവൻ. ഇവനെ കൊണ്ടുപോ. ഇവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ എത്തിക്കേണ്ടത് എത്തിക്കും. എന്താ സംഭവിച്ചത്?
ശരിയാക്കി തരാം. നിനക്ക് ഷോപ്പുട്ടേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കണം. ആശാനെ ആശാനെ മതിയാ. പോലെ ഇങ്ങനെ കൊല്ല ഇനിയാൾ എന്ത് തെറ്റാ ചെയ്തത്? നീ അയച്ചോട്, ഇല്ല ഞാൻ പോലീസ് വിളിക്കും. ആശാനെ ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ട്. അവരുടെ പണി ഒരു ഗുണ്ട ചെയ്യണ്ട. എടേ, ഇവൻ ആരാ നിനക്കറിയോ? സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയവനാ. ഇവന്റെ 3 പെൺകുട്ടികൾ പിച്ച തണ്ടിക്കൊണ്ടുവരുന്ന കാശുകൊണ്ടാ ഇവൻ സുഖിച്ചു കഴിയുന്നത്. കള്ളും കഞ്ചാവും വലിച്ചു കെട്ടി വീട്ടിൽ ചെന്ന് കേറിയ പിന്നെ സ്വന്തം മക്കളേതാ പെറ്റ തള്ള ഏതാ തിരിച്ചറിയാത്ത നാളെ ഇവനെ ഞാൻ വെറുതെ വിടോടി. അല്ല അത് വല്ലാത്തൊരു ജന്മം തന്നെ. അടി ഇടി കുടി അയ്യോ, അത് മാത്രമില്ല ദൈവമേ, അല്ലേ കാണായിരുന്നു. എന്താ വെള്ളം മാത്രമേ ഉള്ളൂ? അല്ലടാ, രാവിലെ വെള്ളത്തിന്റെ കൂടെ കുറെ കള്ളുകൂടി തരാം. എന്നാ ചായ കുടി. എന്റെ തീപ്പെട്ടി കാണാനില്ലല്ലോ. നീ പോയി ഒരെണ്ണം വാങ്ങിച്ചോണ്ടോ. നിന്റെ വലിയ അല്പം കൂടുന്നുണ്ട് കേട്ടാ. മെനക്കെടുത്താനായിട്ട് രാവിലെ ഓരോന്നോരോ കൽപ്പിച്ചങ്ങ് പൊക്കോളും. ബാക്കിയുള്ള അവരൊക്കെ വലിയ ആൾക്കാരാ, അവരോട് ഉടക്കാൻ നിൽക്കണ്ട. നിന്നൊക്കെ എന്തെങ്കിലും എന്റെ കൈ കിട്ടോടാ. കിട്ടിയിട്ട് എന്തിനാണ്? ഭഗവതി പുരത്തെ വിശ്വരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേടാ, ഭഗവതി പുരത്തെ വിശ്വനാഥ് അവൻ എന്തും ചെയ്യും. തല്ലും കൊല്ലും കൊല്ലാക്കൊല ചെയ്യും. അവനോട് ആരും ഒന്നും ചോദിക്കില്ല, ചോദിക്കാൻ ധൈര്യപ്പെടില്ല. ഭഗവതി വെറുത്ത വിശ്വനായാലും ശരി, ഏഴവനായാലും ശരി, നിന്നെ വേദനിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കൊടുത്തിരിക്കും പുലി. വഴി മാറി കൊടുക്കാം. ഇത് സിൽവർ തന്നെ, ഇത് ഗോൾഡ് തന്നെ, ഇത് പ്ലാറ്റിനം, ഇത് ഡയമണ്ട്. ഒന്നിങ്ങി എനിക്കൊരു കാര്യം പറയാനുണ്ട്. വജ്രം ഇന്നത്തെ കളി മോശമില്ല, നവരത്നം തന്നെ. കിട്ടൂപ്പേ, അരി വറക്കാൻ അറിയോ? അരി വറക്കാൻ അറിയാവോ? പറയാ, അഥവാ വറക്കാൻ അറിയാമെങ്കിൽ പച്ചരി വറുത്തോ, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ മോഹവില കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭഗവതിപുരം മട്ടേരിയെ എന്റെ നെഞ്ചത്തിന് അടുപ്പൂട്ടി വറക്കണോ കിട്ടൂപ്പേ. അല്ല പിന്നെ ഇന്നത്തോടു കൂടി തന്റെ വായിനോട്ടം ചോര ഊച്ചി കുടിക്കുന്ന നിർത്തിയില്ലെങ്കിലേ നിന്റെ കണ്ണെ കുത്തി പൊട്ടിക്കോട്ടാ കോപ്പൻ ഇട്ടൂപ്പേ. കിന്നരിച്ച് നിന്ന് സമയം കളയാതെ വേഗം വരണം കേട്ടോ. വാ. ഇതുപോലെ ഉണ്ട് ഞരമ്പ് രോഗികള്. വെറുതെ. നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഷാരൂഖ് എന്ത് തീരുമാനിച്ചു? എന്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് പോകണം? എന്ത് പറഞ്ഞാലും ഒരു തമാശ. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം എന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ?
കൊന്നുകളയും. നമ്മുടെ കല്യാണത്തിന് ഒരിക്കലും എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്റെ അനു ഉടനെ ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ ഒരു വീട്ടുകാർ എനിക്ക് ഒരു കല്യാണം ആലോചിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ഭഗവതിക്കാവ് ഉത്സവം കഴിഞ്ഞാൽ മിക്കവാറും അവരെ തുറപ്പിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് ഷാരൂഖ തീരുമാനിക്കേണ്ടത്. അല്ല ഇവനെന്താ വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു? ഓ അയ്യോ, നീയായിരുന്നു. എന്താ ഇത്ര ആലോചന? കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറഞ്ഞ മട്ടാന ചന്തു. എന്താ? അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഉടനെ അവളെ കല്യാണം കഴിക്കണമെന്ന് അവൾ എന്നോട് പറയുന്നു. ആ സന്തോഷമുള്ള കാര്യമല്ലേ? പക്ഷെ പിന്നീടുള്ള നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. എന്താ? അല്ല, കല്യാണത്തിന്റെ അന്ന് തന്നെ നിന്റെ ശവടക്കൂടി കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. എടാ, നിങ്ങളുടെ കല്യാണത്തിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. എങ്കിൽ രജിസ്റ്റർമാരെ കഴിച്ചാലോ രഹസ്യമായിട്ട്? നടക്കില്ല മോനെ. ഭഗവതിപുരത്തെ പെൺകുട്ടി അവള്. വിശ്വനും കൂട്ടരെ അടങ്ങിയിരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? കഴുത്തിന് മേലെ തല വേണോ വേണ്ടെന്ന് നീ ഒന്ന് ചിന്തിക്ക്. അങ്ങനെ പേടിച്ച് പിന്മാറുന്നവനല്ല ഈ ഷാരൂഖ് ഖാൻ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ ഗതികേട് ലോകത്ത് മറ്റാർക്കും സംഭവിക്കരുത്. സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരിക വല്ലാത്തൊരു ദുർഗതിയാ. ബിരിയാണിയും പഴവും മുട്ടയും. ഒരു വഴിക്ക് പോകുമ്പോ വിശന്നിട്ട് പോകണ്ടല്ലോ. ഇനി തുടങ്ങാം. ആരെങ്കിലും ഒരാളും കൂടെ കഴിക്കാനുണ്ടായിരുന്നു എന്ത് രസമായെന്നെ. ചാകാൻ നേരത്ത് ഒരു തെണ്ടിയും കൂട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞത് ശരിയല്ല. ഇതിനകത്തൊന്നും ഇല്ലേ? ആ ഇതിലോ? ആ ചതിച്ചു. ആ ഹോട്ടലുകാരൻ സതീശൻ എന്നെ ചതിച്ചു. അല്ല, അവൻ പണ്ടേ ഉടായ്പാണെന്ന് എനിക്കറിയാം. അല്ല പിന്നെ 4 ചിക്കൻ ഫ്രൈയുടെ കാശ് മേടിച്ചവൻ 2 ചിക്കൻ ഫ്രൈ വെക്കൂ. എടാ സതീശ, ഞാനൊന്ന് മരിച്ചോട്ടടാ. നിനക്കിട്ട് ഞാൻ പണി തരുവടാ. വിശ്വന്റെ വീട് ഞാൻ കണ്ടെത്തിയടാ. നീ ആ വിഷയം വിട്. പാതിരാത്രിക്ക് എന്താ ഈ വണ്ടി ഇവിടെ? അകത്ത് വെട്ടമുണ്ടല്ലോ. വാശാനെ, നമുക്ക് നോക്കാം. എന്താടാ? എന്തിനാടാ ഈ കുരുക്ക്? എടാ ചന്തു, ഞാൻ ചാകാൻ പോടാ. ഇപ്പൊ അതിന് മാത്രം എന്താ ഉണ്ടായേ? അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ആശാനെ, ഭഗവതിയുടെ പെങ്കൊച്ചനെയാണ് ഇവൻ പ്രേമിക്കുന്നത്. അതെ, വിശ്വന്റെ നാടാ. അവിടെ ഒരു പെണ്ണ് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വിശ്വനും കൂട്ടനും സമ്മതിക്കില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അവരെ കൊത്തി അറിയും. ആശാനെ, ഇവൻ എന്റെ സ്വന്തം കൂട്ടുകാരനാ. പേര് ഷാരൂഖ്. എടാ, നിനക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിലും ഈ പുലി നിന്നെ സഹായിക്കും. എടാ, ഇവൻ ഇനി നിന്റെ കൂടെ കൂട്ടുകാരനാ. അതെ, ഭഗവതിപുരത്തെ വിശ്വനോട് എനിക്കും ചോദിക്കാനുള്ളൊരു കണക്ക്. ഇതിന്റെ എന്താ വേണ്ടേ? പക്ഷെ പുലി എപ്പോഴും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ വേഷത്തിൽ പറ്റിയല്ല. വേഷമൊക്കെ ഒന്ന് മാറി ഒരു അടിപൊളി വേഷമായിരിക്കണം. ഇഷ്ടപ്പെട്ടില്ലേ? എന്താ? ഡബിൾ ഓക്കെ. ആ ഭഗവതരം 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 ഭഗവരം വടക്കേറെ കീഴ് ഭഗവതരം ഭഗവരം ഭഗവരം വടക്കേറെ കീഴ് ഭഗവരം ഭഗവരം ഭഗവരം. ആ ഭഗവരം കേറ് കേറ് കേറ്. ആ കര 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 കര. എന്താ നിങ്ങളെന്നെ കയറാത്തെ? ഞങ്ങൾ വരുന്നില്ല. എന്താ? എങ്ങനെ വിശ്വസിച്ച് കേറും? വണ്ടിയിലൊരുത്തിനെ പ്രതിഷ്ഠിച്ചിരിക്കല്ലേ. ഒന്നാന്തരം ഒരു ഗുണ്ടേ. ഷാരൂഖേ, ഈ ഗുണ്ട എന്തിനാ വണ്ടി കയറ്റി നിർത്തിയിരിക്കുന്നത്? ഇവൻ ഗുണ്ടൊന്നുമല്ല. പിന്നെ ആരാ? കലക്ടറാണോ?
പിന്നെ മാർക്കറ്റിൽ വെട്ടും കുത്തുമായി നടക്കുന്നവനെ ഗുണ്ടെന്നല്ലത് വേറെ എന്താ വിളിക്കുക? കവിതയ്ക്ക് ആള് തെറ്റിയതാ. ഇവൻ തങ്കം പോലുള്ളൊരു ചെറുപ്പക്കാരനാ. വേണ്ട, ഒന്നും പറയണ്ട. ഒന്നാം തരം ഒരു ക്രിമിനൽ ഇവൻ. അങ്ങനെ പറയല്ലേ കവിതേ, പാവ ഇവൻ. പിന്നെ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഇവന് വേണ്ടിയിട്ടല്ല. പിന്നെ തെറ്റ് കണ്ട ഇവൻ പ്രതികരിക്കും, ചിലപ്പോ അടിച്ചു ഇരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ ഭഗവതിപുരത്തുള്ള ആൾക്കാരെക്കാളും എന്തുകൊണ്ടും നല്ലവനാ. സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്നവനുമാ. ഓ, നിങ്ങൾ വന്ന് കേറ്. നീ കേറ്. ആ പോറായി, വണ്ടി വിടറാ. അതെ, ടയർ പഞ്ചറാ. ഇങ്ങനെ പോകില്ലട്ടോ, എല്ലാവരും അറിയിക്കും. തുമ്പാൽ ഒളിയമ്പെയ്തു നീ ഇനിയാവോളം അത് നുകരാൻ നീ കൂടെ വാ. പിരിയമ്പിൻ തുമ്പാൽ ഒളിയമ്പെയ്തു നീ ഇനിയാവോളം അത് നുകരാൻ നീ കൂടെ വാ. മഴയായി പൊഴിയാൻ മുകിലേ നീ വായിതിലെ വേനൽ ചിറകിൻ കുളിരായി മാറാൻ. കാടും മേടും താണ്ടാനീ ശകടം ഇതിൽ കാവൽ നിൽക്കാൻ പുലിനേയില്ലേ. ഈ നെഞ്ചിൽ ചെമ്പടമേളം തെറ്റാത്ത ചുവടുകളിന് താളം കൊള്ളാം. പിരിയമ്പിൻ തുമ്പാൽ ഒളിയമ്പെയ്തു നീ ഇനിയാവോളം അത് നുകരാൻ നീ കൂടെ വാ. പിരിയമ്പിൻ തുമ്പാൽ ഒളിയമ്പെയ്തു നീ ഇനിയാവോളം അത് നുകരാൻ നീ കൂടെ വാ. പിരിയമ്പിൻ തുമ്പാൽ ഒളിയമ്പെയ്തു നീ ഇനിയാവോളം അത് നുകരാൻ നീ കൂടെ വാ. പിരിയമ്പിൻ തുമ്പാൽ ഒളിയമ്പെയ്തു നീ ഇനിയാവോളം അത് നുകരാൻ നീ കൂടെ വാ. പിരിയമ്പിൻ തുമ്പാൽ ഒളിയമ്പെയ്തു നീ ഇനിയാവോളം അത് നുകരാൻ നീ കൂടെ വാ. പിരിയമ്പിൻ തുമ്പാൽ ഒളിയമ്പെയ്തു നീ ഇനിയാവോളം അത് നുകരാൻ നീ കൂടെ വാ. എവിടെ വണ്ടി എടുക്കുന്നത്? പറമ്പിക്കൂടെയാണോ നടക്കുന്നേ? പോടാ.
കിട്ടില്ലെന്ന് എന്നോട് വേണ്ട. എനിക്കറിയാം തന്റെ ഉള്ളിലിരിപ്പ്. പക്ഷെ അതിന് ഈ കവിത കിട്ടില്ല. പോയേ, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കും. എന്നിട്ട് അവൻ എന്റെ അടുത്തിരുന്നു. ബെഡിലോ? നിങ്ങൾ എന്നെ കാണിക്കാൻ പോണ? എന്നിട്ട് എന്തുണ്ടായി? പറയടേ. സ്വപ്നായിരുന്നു. അവൻ വന്നു എന്നുള്ളത് സത്യം. പക്ഷെ ബാക്കിയെല്ലാം സ്വപ്നമായിരുന്നു. എങ്കിൽ പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് സ്വപ്നം കണ്ടുകൂടായിരുന്നോടി. വെറുതെ ആശിപ്പിച്ചു. നീ ഇവനെ സ്വപ്നത്തിലല്ലേ കണ്ടത്? ഞാൻ എൻ്റെ ആളെ നേരിട്ട് കാണാൻ പോവാ. ഓ, നിന്റെ ആള് വന്നപ്പോ എന്നെ വേണ്ടതായില്ലേ? ചെല് ചെല്. സംസാരം എന്താ ഗുണ്ടയുടെ ഒരു ഗമ. എന്നെ കാണാൻ വേണ്ടിട്ടല്ലേ ഇയാൾ ഇന്നലെ വന്നത്? മിസ്റ്റർ, ഇത് എന്നതാടാ? ഞാൻ എങ്ങോട്ടാ പോണ്ടത്? നീ നിന്റെ കൂട്ടുകാരിക്ക് ബോഡി ഗാർഡായിട്ട് വന്നതല്ലേ? ആ ഡ്യൂട്ടി കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇയാളൊരു ഗുണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എത്ര വലിയ ഗുണ്ടയാണെങ്കിലും ഒരു പെൺകുട്ടിയോട് കുറച്ചൊക്കെ മര്യാദയിൽ സംസാരിച്ചൂടെ? ഈ ഗുണ്ടായിസൊക്കെ നിർത്തി വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? ബോഡി അവിടുന്ന് ഒന്ന് താഴ്ന്നു തന്നോന്ന് വെച്ച് തലേക്കറി നിരങ്ങല്ലേ? പുലി ഷാറുഖിനെ കൊണ്ടുപോകുന്നില്ലേ? ജീവനി കൊതിയുണ്ടെങ്കിൽ അവനങ്ങ് വന്നോളും. ഇല്ലെങ്കിൽ അവന്റെ ഡെഡ് ബോഡി പാർസൽ അയച്ചാൽ മതി. നിന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഷാറൂഖിനെ കാണുന്നില്ലല്ലോടി. ഇന്ന് വന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും. ഇന്ന് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ വീട്ടുകാർ കണ്ടുപിടിച്ച് ചെറുക്കന് താലി കെട്ടാൻ ഞാൻ തല കുടിച്ച് കൊടുക്കേണ്ടി വരും. നിന്റെ പുലിക്കുട്ടിയും കൂടെ ഉണ്ടല്ലോ. നീ വാ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. അമ്പലത്തിൽ വരുമ്പോഴെങ്കിലും ഈ വേഷം ഒഴിവാക്കി കൂടെ? ഇതിനെന്താണ് കുഴപ്പം? ഓ പിന്നെ ഇതൊന്നും ഇവിടെ പറ്റില്ല. അച്ഛന്റെ വേഷം മൊഴിയുതിരുകയാണോ നീ? നിഴലായി കഴലകരും വഴി തിരയുകയാണോ നീ?
ചൂടും മലരിതളിൽ നിന്നോമൽ ചിരിയഴകിൽ അലിയുന്നു മനസ്സിനാദ്യമാ മൗനരാഗമകലേ മാഞ്ഞു ഇന്നേതോ സ്നേഹസാധ്യരാഗം പെയ്തു മെല്ലെ പുൽകവേ ആരും കാണാതെന്നോ നീ പകർന്ന സ്നേഹം നെഞ്ചിനുള്ളിൽ ഉയിരായി മാറവേ അനുരാഗഭഗതാരിൽ ഇടപാകി നീ എന്നിൽ കുളിരേകി എങ്ങോ മായവേ ഞാനറിയാതെന്നുള്ളിൽ നീ പകരും മൗനരാഗമകലേ മാഞ്ഞു ഇന്നേതോ സ്നേഹസാധ്യരാഗം പെയ്തു കാണും നേരം മിഴിയിൽ പെയ്തിറങ്ങി മൗനം താളമേകി കൊലുസിന്നീണവും കാണാതോരോ നാടും പോയി മറഞ്ഞ നേരം തേടുന്നു കൺകൾ ശോകമാ ഈ രാവിലൊളി തൂവും പൂർണ്ണേന്തുവായി നീയും മായാതെ ചിരി തൂകുന്നിതാ ഞാനറിയാതെന്നുള്ളിൽ നീ നിറയുന്നു മുഖം മൗനരാഗമകലേ മാഞ്ഞു ഇന്നേതോ സ്നേഹസാധ്യരാഗം പെയ്തു മിഴിയാൽ നറുമിഴിയാൽ മൊഴിയുതിരുകയാണോ നീ നിഴലാൽ കഴലകരും വഴി തിരയുകയാണോ നീ ചൂടും മലരിതളിൽ നിന്നോമൽ ചിരിയഴകിൽ അലിയുന്നു മനസ്സിനാദ്യമാ മൗനരാഗമകലേ മാഞ്ഞു ഇന്നേതോ സ്നേഹസാധ്യരാഗം പെയ്തു ആ സരസ്വതിയോ? ഞാൻ ആ രാഘവമാഷിന്റെ വീട് വരെ പോയിട്ട് വരുവാ. ഏട്ടൻ അറിഞ്ഞില്ലേ? അറിയാഞ്ഞിട്ടല്ല, അടുപ്പമുള്ളവർ മരിച്ചു കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടു കുറെ സംസാരിച്ചതാ. നെഞ്ചുവേദനയായിരുന്നു അത്രേ. മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ. 2 പെൺകുട്ടികളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് ഓർക്കുമ്പോഴേ സങ്കടം. ആ, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താ ഏട്ടാ? നമുക്ക് വയസ്സായി വരികയല്ലേ, വെച്ച് നീട്ടാതെ കവിതയും വിശ്വനും തമ്മിലുള്ള കല്യാണം നടന്നു. അതിപ്പോ കവിതയുടെ കോഴ്സ് കഴിയാതെ എങ്ങനാ? ആ, കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. എങ്കിൽ ഭഗവതിക്കാവിലെ ഉത്സവം കഴിഞ്ഞിട്ട് നടത്താം അല്ലേ ഏട്ടാ? മരുത്വാമലയെടുത്ത് പറന്നുപോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടുപോകും. അമ്മേ ആശാനെ, ഈ ജീൻസ് ഒഴിവാക്കി വല്ല ബെർമൂടയോ കോണോ ഒക്കെ ആക്കിയിരുന്നെങ്കിൽ ഈ ചന്തുവിന് തുണി തരാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അയ്യോ, ഇത് ഇട്ടം നടക്കുന്നവനെ സമ്മതിക്കണം അമ്മേ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാം.
അത്ര സ്നേഹിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ പഠിക്കാനാണ് നീ കോളേജിൽ പോകുന്നത്? പുലി, ഇത് തമാശ പറയാനുള്ള നേരമല്ല. അച്ഛൻ എന്റെ കല്യാണം തീരുമാനിച്ചു. ക്ഷണിച്ചാ സദ്യ ഉണ്ടാ ഞാനും വരാം. എനിക്ക് നിന്നെ ഇഷ്ടം. നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും. ഉറപ്പാ. ഭ്രാന്ത് പറയാതെ അച്ഛൻ പറയുന്ന ചെക്കനെ കിട്ടി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കടി. ഇതിന്റെ അർത്ഥം നിനക്കറിയാം. ഒരാഴ്ച കഴിഞ്ഞ എന്റെ വിവാഹം. അതിനു മുൻപ് നീ വന്ന് എന്നെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഭഗവതി കാവിലെ അമ്മയാണ് സത്യം. നീ എന്നെ ജീവനോട് കാണില്ല. ഈ പെണ്ണിന് വട്ടല്ല, ബുദ്ധിയാ, അതിബുദ്ധി. ആശാനെ, ആ പെങ്കൊച്ച് സീമന്തരയില ആശാനെ കൊണ്ട് സിന്ദൂരം തെളിപ്പിച്ചത്. അവൾ ആശാന്റെ ഭാര്യയായി. സീമന്തരേഖയും സിന്ദൂരും അണ്ണം കട്ട. ശിവേട്ട, അവരിങ്ങ് എത്താറായി. അമ്പലത്തിൽ പോയിട്ട് കവിത ഇതുവരെ വന്നില്ലല്ലോ. നീ വരുമെന്ന് കരുതി രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നു. നിന്നെ കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. നീ വന്നെന്ന് കരുതി ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? എടാ, കവിത നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നിരിക്കുന്നു. നീ ആയിട്ടിന് പറ്റില്ല എന്ന് പറയരുത്. നീ ധൈര്യമായിട്ടും കൊണ്ടുപോയിക്കോടാ. എന്നിട്ട് ഇവളുടെ കഴുത്തിൽ ഒരു താലിയും കെട്ടി നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക. അതിനുള്ള ധൈര്യം നിനക്കുണ്ടല്ലോ. പിന്നെ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവും. ഇവരുടെ കാര്യം ഓക്കെ. അനുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം ഒരുമിച്ച് നടത്തായിരുന്നു. കുടുംബത്തിന്റെ മാനം കെടുത്തിട്ട് നീ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോകും അല്ലേടി നശിച്ചവളെ. നിന്നെ ഞാൻ കൊല്ലുപിടി. ഇനി ഇവിടെ തല്ലരുത്. അത് പറയാം. നീ ആരാ? തല്ലി കൊല്ലണ ഇവനെ. അച്ഛനോ? ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഞാനും നീ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. പോയിട്ടോ ഇവന്റെ കൂടെ എങ്ങോട്ടാണെന്ന് വെച്ചാ. എന്റെ മകളെ ചതിക്കാനായിരുന്നു നിന്റെ ഭാവം അല്ലേ? അതായിരുന്നു ഉദ്ദേശമെങ്കിൽ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു. കൊച്ചു പെണ്ണല്ലേ, ഇവൾക്ക് തോന്നിയ ഇഷ്ടം ഒരു ബുദ്ധിമോശമാണെങ്കിൽ തിരിച്ചേൽപ്പിക്കാന്ന് കരുതി. എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് കൊണ്ടുപോകാൻ ഞാനിവിടെ എന്റെ പെണ്ണായിട്ട്. തടയാൻ ചങ്കൂറ്റുള്ളവൻ തടഞ്ഞോ?
സ്വന്തം കെട്ടാനിരുന്ന പെണ്ണാണ് ഇവളെങ്കിൽ നിങ്ങൾ ഈ ഭഗവതിപുരം വിട്ട് പുറത്തു പോവില്ല. ജീവനോടെ ഓർത്തോ. ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നവൾ അവൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൾ ജനിച്ചു വളർന്ന നാട്ടിൽ അവളുടെ ചിതാഭസ്മം ഒഴുക്കണം. എന്നാലേ അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കും.
ഇവള് മരിച്ചെന്ന് പറഞ്ഞിട്ട് കവിതയെ വിശ്വം കല്യാണം കഴിച്ചോ? അപ്പോ ഈ ചിതാഭസ്മം ഇതാരുടേതാ? ഇതാരുടേതാ? ചിലപ്പോഴൊക്കെ വിധി വളരെ ക്രൂരമാണ്. ചിലരെ അത് വല്ലാതെ തകർത്തു കളയും. നീ നാട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് നിനക്കറിയാത്തതുപോലെ നീ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. നിന്നെ ഇവിടെ ശുശ്രൂഷിച്ച കവിത അവളൊരു മാലാഖയായിരുന്നു. കരുണയും സ്നേഹവും മാത്രമുള്ളവൾ. ഓർമ്മ നഷ്ടപ്പെട്ട നിന്റെ ഓരോ ആവശ്യങ്ങളും അവൾ മനസ്സിലാക്കി നിർവഹിച്ചു. പക്ഷേ അവൾക്ക് ദൈവം ആയുസ് കൊടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഈ ചിതാഭസ്മം നിന്നെ ഏൽപ്പിക്കാനൊരു കാരണമുണ്ട്. അവളൊരു അനാഥയായിരുന്നു. അവളുടെ ആത്മാവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നീയാണ് ഏറ്റവും യോഗ്യനെന്ന് എനിക്ക് തോന്നി. കാരണം നിന്നെ അവൾക്ക് അത്രയ്ക്ക് കാര്യമായിരുന്നു. നീ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ ഞാൻ എത്ര വട്ടം അവിടെ വന്നെന്നറിയോ? നിന്നെ ഒന്ന് കാണാൻ പോലും വിശ്വനും കൂട്ടിനും സംഭവിച്ചില്ല.
നീ എന്താ ഒന്നും മിണ്ടാത്ത? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ കണ്ടക്ടർ ഷാരൂഖാടാ. വാ, ഒരു കാര്യം പറയട്ടെ. എത്ര നാളാണ് കണ്ടിട്ട്. അനുവും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം വീട്ടിലും നാട്ടിലും ഒക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഈ പരുവത്തിലായി. ബസ് വിശ്വനും കൂട്ടിനും കത്തിച്ചു. എന്നെ അവിടെ നാട്ടി ഓടിച്ചു. വേറെ ഒരുത്തിനുമായി അനുവിൻ്റെ കല്യാണം കഴിഞ്ഞു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. എന്നാലും ഞങ്ങളെ സഹായിക്കാൻ വന്ന നിന്റെ ഗതി ഇതായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അല്ല, നീ കവിതയെ കണ്ടിരുന്നു? കണ്ടു. വിശ്വന്റെ കൂടെ. അവന്റെ പെണ്ണായിട്ട്. വിശ്വന്റെ പെണ്ണ്? നീ എന്ത് ഭ്രാന്തായി പറയണേ? അതെ, അവര് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. അവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. എടാ, പെണ്ണല്ലേ, എന്തും മറക്കാൻ നിമിഷം നേരം മതിയല്ലോ. എടാ, അത്തരം ഒരു പെണ്ണല്ല അവള്. അവൾ ഒരുത്തന്റെ ഭാര്യ ആയിട്ടുമില്ല. നിന്നെ മറന്ന് വേറെ ഒരുത്തന്റെ ഭാര്യയാവാൻ അവൾക്ക് ഒരിക്കലും കഴിയില്ല. അവൾ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. അവളെ പോലെ ഒരു പെണ്ണിനെ ഈ ലോകത്ത് കാണാൻ കിട്ടില്ല. പോയി വേഗം കൂട്ടിക്കൊണ്ട് വാടാ അവളെ. എൻ്റെ അനുവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ ഒരുമിക്കണം, ഒരുമിച്ച് ജീവിക്കണം. നീ എന്തെങ്കിലും മടങ്ങി വരുമെന്ന് കരുതി അവള് കാത്തിരിക്കുക. നീ ഭഗവതിപുരത്തേക്ക് പോകണം, കവിതയെ കാണണം. നീ ഇപ്പൊ തന്നെ ചെല്ലടാ. എവിടെ വെച്ചാ ഇയാൾ മിസ്സിംഗ് ആയത്? തൃശ്ശൂരിൽ വെച്ച് സർക്കിൾ ഓഫീസിൽ പരാതി കൊടുത്തിരുന്നു. ഇയാൾ നിങ്ങളുടെ ബന്ധുവാണോ? അല്ല, പക്ഷേ ഇവനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ. ഇയാൾ മിസ്സിംഗ് ആയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 7 ദിവസമായി. അത് ശരി, ഒരാഴ്ചയായല്ലേ? നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോക്കോ. ഞാൻ അന്വേഷിക്കാം. ശരി, വരട്ടെ. ഞാൻ മരുന്നെന്തെങ്കിലും വാങ്ങിട്ട് വരാം.
നല്ലവന, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത് ഈശ്വരനെ വിചാരിച്ച് അവനൊന്നും ചെയ്യരുത്. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം വിശ്വട്ട. വിശ്വട്ട അച്ഛന് പറയുന്നത് എന്ത് ഞാൻ അനുസരിച്ചോളാം. അവനൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം, നീ വിഷമിക്കണ്ട. അവൻ എങ്ങനെയുണ്ട് ഡോക്ടർ? പേഷ്യന്റിന് നില അല്പം ക്രിട്ടിക്കലാ. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. ഡോക്ടർ എന്ത് പറഞ്ഞു? വേണ്ട പുള്ളി, 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. കവിതേ, ഇന്നലെ ടൗണിൽ വെച്ച് നമ്മുടെ ഹരിയെ കണ്ടു. അവൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. അവൻ്റെ മുറപ്പെണ്ണിനെ അവൻ കല്യാണം കഴിക്കുന്നത്. സ്നേഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം. എന്നാൽ നമ്മുടെ കല്യാണം എന്ന് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ എന്ത് മറുപടി പറയാനാ? അമ്മാവനത് മനസ്സിലാവില്ല. അവൻ മാത്രമല്ല, നമ്മുടെ കവിതയും ഒരു വിധത്തിൽ രോഗിയാണ്. അവനോട് പ്രേമം തോന്നിയതുകൊണ്ടുള്ള രോഗം. അവക്ക് മറ്റെന്തെങ്കിലും അസുഖമായിരുന്നെങ്കിൽ എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കായിരുന്നു. ഇതല്പം സമയമെടുക്കും എന്ന് കരുതി എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അവനെ നമ്മൾ ഉപേക്ഷിച്ചാൽ ഒടുവിൽ നമ്മുടെ കുട്ടി ഭ്രാന്തിയാവും. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ചിലതെല്ലാം സഹിക്കണം, ക്ഷമിക്കണം. കവിത എവിടെ അമ്മാവ? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. അമ്മാവ സമാനത്തോടെ പോയിക്കോ, ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചത്. വിശ്വ, നീ ഇനി ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു വിവാഹം നീ കഴിക്കണം. അമ്മാവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാനെന്താ പറയാ? എന്തായാലും കവിതയെ പഴയ പോലെ എനിക്ക് തിരിച്ചു കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. മറ്റൊരു കല്യാണത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കവിത, നമുക്ക് നാളെ രാവിലെ സ്റ്റേഷനിലൊന്ന് പോകണം. എന്തിനാ? ഞാനിന്ന് എസ് ഐ സുധാരൻ സാറിനെ കണ്ടിരുന്നു. അയാളൊരു കാര്യം പറഞ്ഞു. പുലിയെ കാണാനില്ലെന്ന് കാണിച്ച് നമ്മളൊരു പരാതി കൊടുത്തിരുന്നില്ലേ? ഒന്ന് തെളിച്ച് പറ വിശ്വട്ടാ. ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. പോലീസുകാർക്കൊരു സംശയം. അത് കരയാതെ അതിനത് പുലിയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഛേ, ഞാൻ എന്തൊരു മനുഷ്യനാ. നേരവും കാലവും നോക്കാതെ ഓരോന്ന് പറയും. കരയണ്ട, അവനൊന്നും സംഭവിക്കില്ല. ചെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങും. പുലി എന്നൊരാൾ മിസ്സിംഗ് ആയതിൻ്റെ പേരിൽ ഞാനിവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആരുടെയോ ബോഡി കണ്ടെത്തിയെന്ന് പറഞ്ഞു. അതൊന്നും അറിയാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. ഓ, ആ കേസാണോ? സുരാജ്, കഴിഞ്ഞ ദിവസം കിട്ടിയ ബോഡിയുടെ പ്രോപ്പർട്ടീസ് ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്ക. ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇൻഫർമേഷൻ ലോക്കൽ സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ട് 3 ദിവസമായല്ലോ. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്? ഞാൻ ഇന്നലെയാണ് സാർ അറിഞ്ഞത്. ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചു. ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ആരും വരാത്തതുകൊണ്ട് അജ്ഞാത ജഡം എന്ന കാറ്റഗറിയിൽ പെടുത്തി ഇന്ന് അത് ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു. ഷർട്ടും പാൻസും ഒക്കെ നിങ്ങൾ പറഞ്ഞ ആളുടെ തന്നെയാണല്ലോ, അല്ലേ? എന്താ വിശ്വ വിശേഷിച്ച്? അമ്മാവനൊന്ന് കാണാമെന്നതാ. അമ്മ ഒരു കാര്യം പറഞ്ഞു. അല്ല, അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമൊന്നുമില്ല. നീ കാര്യം പറയൂ വിശ്വ. സ്വന്തം മകൻ കല്യാണം കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കുന്ന കാണാൻ ഒരു അമ്മ ആഗ്രഹിച്ചാൽ അത് തെറ്റല്ലല്ലോ. കവിത എൻ്റേതാവുമെന്ന് എന്നെക്കാളും വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ഇനി അവളെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. അമ്മാവൻ ആ രാമേട്ടൻ്റെ മകളെ എനിക്ക് വേണ്ടി ഒന്ന് ആലോചിക്കണം. ആ കാല് വയ്യാത്ത കുട്ടിയോ? അതൊന്നും സാരമില്ല അമ്മാവാ. കയ്യും കാലുമില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടും. ആ നല്ല പെണ്ണിന്റെ കയ്യോ കാലോ കല്യാണത്തിന് ശേഷം ഒടിഞ്ഞാലോ അപ്പൊ ബന്ധം ഒഴിവാക്കണമെന്നാണോ അമ്മാവന്റെ അഭിപ്രായം? തർക്കത്തിന് ഞാനില്ല, പക്ഷേ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചത്തു മണ്ണായിട്ട് പോലും ഇപ്പോഴും അവന് വേണ്ടി നിന്നെ വേദനിപ്പിക്കുക. അവൾ ഒരിക്കലും ഗുണം പിടിക്കില്ല. അവള് നശിച്ചു കാണാൻ ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല അമ്മാവ. അവനോട് അവൾക്ക് ഇഷ്ടം തോന്നിയതും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവളുടെ ആഗ്രഹം ദൈവമായിട്ട് പോലും സാധിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. കവിതയ്ക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയാനിട്ടല്ലേ പിന്നെ സ്നേഹം. അത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. സാരമില്ല അമ്മാവ. ഇതിൻ്റെ പേരിൽ ഒരിക്കലും അമ്മാവൻ കവിതയോട് ദേഷ്യപ്പെടരുത്. അതൊക്കെ എൻ്റെ വിധിയായിട്ട് കരുതി ഞാൻ സമാധാനിച്ചോളാം. വിശ്വട്ടാ, വിശ്വട്ടനായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതം.
എന്താടാ, പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നോ? എന്ത് പ്രശ്നം? നീ ആള് കൊള്ളാം, കവിതയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. എന്നാൽ എന്താ, വീണ്ടും കല്യാണ ചെറുക്കനായില്ലേ? ഹേയ്, പേടിക്കാനൊന്നുമില്ലടാ, എല്ലാം നിന്റെ മനസ്സിനുള്ളിൽ തന്നെ കിടന്നാ മതി. ദേ, ഇനിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. കാണാൻ നല്ല സ്റ്റൈലുണ്ടല്ലോടാ. കല്യാണ ചെറുക്കനാവുമ്പോ സുന്ദരനാവണല്ലോ അല്ലേ? വിശ്വ, നിനക്ക് എന്താ പറ്റിയേ? നീ കാര്യം പറ. അമ്മ, കവിത എന്റെ, അവളെ എനിക്ക് വേണം. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താണെങ്കിലും തുറന്നു പറ. ഞാൻ താലി കെട്ടാനിരുന്ന കവിതയെ ഒരുത്തം വീട്ടിൽ കയറി ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. അവക്ക് വേണ്ടി കാത്തിരുന്ന ഞാനൊരു മണ്ടനായില്ലേ? പിന്നെ 1 വർഷം കാത്തിരുന്നു. ഇനിയും അവളെ കൊണ്ടുപോകാൻ അവൻ വന്നാ വിടില്ല ഞാൻ. അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതായെന്ന് പറഞ്ഞത് നല്ല 1-ാം തരം നുണയാ. അന്ന് ഞാൻ അവനൊരു വണ്ടി കയറ്റി വിട്ടതാ. പിന്നെ അവൻ ചത്തുപോയി എന്ന് പോലീസ് പറഞ്ഞതും നുണയാ. ഓക്കെ, എന്റെ കളിയാ, എന്റെ കളി. ഞാൻ മോഹിച്ച പെണ്ണിനെ നീ സ്വന്തമാക്കാൻ ശ്രമിച്ച അതും സഹിച്ച് മിണ്ടാതിരിക്കാൻ ഞാനെന്താടാ ഒരു മണ്ടനാണെന്ന് നീ കരുതിയോ? നീ പുലിയായിരിക്കുമ്പോഴാണ് അവൾ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ നീ പുലിയല്ല, പുഴുവാ, വൃത്തികെട്ട വെറും. അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല ഗംഗ. ഇവനെ ഇനി ഈ ഭഗവതിപുരത്ത് കാണാൻ പാടില്ല. അന്ന് ഞാൻ അവനെ വിട്ടുകളഞ്ഞത് മണ്ടത്തരമായിപ്പോയി. അവനിപ്പം മടങ്ങി വന്നിട്ടുണ്ട്. ഭഗവതിപുരത്ത് കാലുകുത്തിയാ പിന്നെ അവനെ വിട്ടുകളയാൻ പാടില്ലല്ലോ.
കെട്ടാനിരുന്നവളെ നീ തട്ടിക്കൊണ്ടുപോയി. ഇന്ന് നിന്നെ ഞാനങ്ങ് തട്ടിക്കളയാൻ പോവാ. കൊല്ലടാ അവനെ. കണ്ട തെമ്മാടികൾക്കൊക്കെ കേറി ഇറങ്ങി മേഞ്ഞിട്ട് പോവാൻ ഇത് നിന്റെ ചന്തയല്ലടാ. ഭഗവതിപുരം. ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, പറയുന്നൊന്ന് കേൾക്ക്. അടിച്ച് കൊല്ലണവനെ. എനിക്ക് പേടിയുണ്ടല്ലേ? ഈ നിമിഷമാണ് എനിക്ക് നിന്നെ കൊല്ലാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഇനിയെങ്കിലും നീ ഒരു മനുഷ്യനാണ് ജീവിക്കാൻ നോക്കണം.
എന്നെ കൊന്നാലും നിനക്ക് കവിതയെ സ്വന്തമാക്കാൻ കഴിയില്ല. അവളെ എന്റെ വേണ്ട. ഈ പുലിയുടെ വേണ്ട. ഈ പുലിയുടെ വേണ്ട. ഈ പുലിയുടെ വേണ്ടടാ. ചത്തുപോയവന്റെ കൈ എന്റെ റൂമിൽ എങ്ങനെ വന്നു? അമ്മാവ, ഇനി അവൻ ജീവനോടെ ഉണ്ടാവൂ? അങ്ങനെ വരില്ല. ഇഷ്ടക്കടത്തിൽ പോയി നോക്കിയാൽ സംശയം തീർക്കാലോ. ഞങ്ങൾ പോയി നോക്കിയതാ. അവന്റെ ബോഡി അവിടെ ഇല്ല. എന്തായാലും നടന്നത് നടന്നു. നീ ഒന്നും പേടിക്കണ്ട. എന്തു വന്നാലും ഞാനുണ്ട് കൂടെ. നിന്റെയും കവിതയുടെയും കല്യാണം നാളെ നടക്കും. അതിനൊരു മാറ്റവും ഇല്ല. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. വിശ്വ, മംഗളകർമ്മം നടക്കാൻ പോകുന്ന ദിവസമല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോവാ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത്. മറ്റുള്ളവർ എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് വന്നേക്കണം. പോയിട്ട് വാ. വാ വിശ്വട്ടാ. പ്രേമിക്കുന്നവരോട് എനിക്ക് പുച്ഛ, പ്രേമിച്ച് ജീവിക്കുന്നവരോട് തീർത്താ തീരാത്ത പകയും. അപ്പോഴാ അന്യജാതിപ്പെട്ട മറ്റൊരുത്തൻ ഭഗവതിപുരത്തെ പെണ്ണിനെ രജിസ്റ്റർ കല്യാണം ചെയ്ത് ചെളിഞ്ഞ് നടക്കാൻ പോണത്. സമ്മതിക്കില്ലടാ വിശ്വൻ, സമ്മതിക്കില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെ അമ്മാവിന്റെ നാവിൻ തുമ്പിന്ന് കേൾക്കാൻ തുടങ്ങിയതാ കവിത നിന്റേതാണ്, കവിത നിന്റേതാണ്. എന്നിട്ടോ ഒരു തരി സ്നേഹം ഉണ്ടോടാ അവൾക്കെന്നോട്? ഭഗവതിപുരത്ത് പ്രേമിച്ച് കല്യാണം നടക്കണമെങ്കിൽ അതാദ്യം എന്റേത്, കവിതയുടെ എന്റെയും കല്യാണം. അത് കഴിഞ്ഞിട്ട് മതി ഏതൊരുത്തന്റെ ഏതൊരുത്തിയുടെ. അതിനു മുമ്പ് ആരെങ്കിലും അതിനെ തുനിഞ്ഞ ഇതുപോലെ കൊന്നു തള്ളു ഈശ്വൻ, കൊന്നു തള്ളു ഈശ്വൻ, കൊന്നു തള്ളു ഈശ്വൻ. ഒന്നിങ്ങി വന്നേ. എന്താ? ഒരു കാര്യം കാണിച്ചു തരാം. എന്ത് കാര്യം? വേഗം വാ. എന്താ അവിടെ?
വന്നേ, മുഹൂർത്തത്തിന് സമയമാറേ. അമ്മാവനോട് നമ്മളെ കാണാൻ വിഷമിച്ച് നിൽക്കായിരിക്കും. വാ. അച്ഛനോട് ബന്ധുക്കളെ സ്വീകരിക്കാൻ ഓടി നടക്കായിരിക്കും. അതിനിടയിൽ നമ്മളെ കുറിച്ച് മറന്നുപോയി കാണും വിശ്വട്ടാ. കവിത നിക്ക്, ഞാനും വരുന്നു. എന്തിനാ എവിടെ വന്ന് നിൽക്കുന്നത്? എന്തിനാണെന്നോ? ഇവിടെയാ എന്റെ ജീവൻ ഇരിക്കുന്നത്. എനിക്കോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ആരെന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് അവനവന്റെ മനസാക്ഷിക്ക് അറിയണം. എന്താണ് നോക്കുന്നത്?
സ്നേഹത്തിന്റെ വില അറിയുന്ന ചെകുത്താനാ നീ. നീ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നീയൊക്കെ എന്താ ചെയ്യും? മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും ജീവിതമൊക്കെ തകർത്ത് തരിപ്പണമാക്കും. ഒരുത്ത മറ്റൊരുത്തിന്റെ ഭാര്യ വെച്ചോണ്ടിരുന്ന അത് നിന്റെ കണ്ണിൽ കുറ്റമല്ല. അവന്റെ ഭാര്യയെ വേറൊരുത്തം കൊണ്ട് നടന്നാലും പ്രശ്നമല്ല. ഭാര്യ അറിയാതെ 100 പെണ്ണുങ്ങളുടെ അടുത്തേക്ക് സുഖം തേടി പോയാലും നീ ഒന്നും മിണ്ടില്ല. പക്ഷെ ഒരാളും പെണ്ണും തമ്മിൽ സ്നേഹിച്ച് അത് നിന്റെ കണ്ണിൽ കുറ്റമാണ്. അവരെ സ്നേഹിക്കാൻ സമ്മതിക്കില്ല നീ ഒന്നും. സ്നേഹിക്കുന്നവരുടെ മനസ്സറിയാതെ നീ അവനെ കൊന്നു കളഞ്ഞില്ലടാ. ആരുടെയും പ്രേരണയില്ലാതെ മനസ്സിൽ തനിയെ തോന്നതാടാ പ്രേമം. എനിക്ക് പുലിയോട് അങ്ങനെ തോന്നിയത്. അവൻ എന്നോട് അങ്ങനെ തന്നെയായിരുന്നു. തകർത്തില്ലേ നീ അത്? കൊന്നില്ലേ നീ അവനെ? പുലി ഞാനും ഒരിക്കലും ഒരുമിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നീ കൊടുച്ചത് ചെയ്തത്? യഥാർത്ഥ സ്നേഹത്തിന് ഒരിക്കലും മരണമില്ലടാ. ജീവിച്ചിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ സ്നേഹം മരിച്ചപ്പോഴാ എനിക്ക് അവനോട്. ഇത് കണ്ടോ? അവന്റെ ചിതാഭസ്മായത്. ഇപ്പൊ ഞാൻ അവനെ ഒന്നു. ഇനി എങ്ങനെ നീ ഞങ്ങൾ തമ്മിൽ അകറ്റും? പറയടാ, പറയടാ. ഇനി നിനക്ക് കിട്ടില്ല. ജീവനോട് നീ എന്നെ സ്പർശിക്കില്ല. അതിനുള്ള അർഹത നിനക്കില്ല. പോവാ ഞാൻ പുള്ളിയുടെ അടുത്തേക്ക്. Come on!